നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സംഖ്യയെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, അതായത് അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായിട്ട് എഴുതുക എന്നതാണ്. 81ന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം 81നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 81നെ പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 × 3 × 3 × 3 എന്ന് കിട്ടും. അതിനെ പവറിന്റെ രൂപത്തിൽ, അതായത് കൃത്യങ്ക രൂപത്തിൽ എഴുതിയാൽ എന്ത് കിട്ടും? 3⁴ എന്ന് കിട്ടും. ഇവിടെ ഒരു അഭാജ്യ സംഖ്യയുടെ പവറായിട്ട് തന്നെ നമുക്ക് 81നെ എഴുതാൻ കഴിയും. ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് 4 ആണ്, കൃതി 4 ആണ്. അപ്പോൾ 81ന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ പവറിനോട് 1 പ്ലസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 4 + 1 5 ആയിരിക്കും ഘടകങ്ങളുടെ എണ്ണം. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദർ ഫോർ 72? 72ൽ എത്ര ഘടകങ്ങളുണ്ട്? അത് നമുക്ക് 72നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 72 = 2 × 2 × 2 × 3 × 3 എന്ന് കിട്ടും. 2 × 2 × 2 എന്ന് പറയുമ്പോൾ 2⁵3, അതായത് 2³. 3 × 3 എന്ന് പറയുമ്പോൾ 3² ഇല്ലേ? 2⁵3ൽ എത്ര ഫാക്ടേഴ്സ് ആണ്? 3 + 1 4 ഫാക്ടേഴ്സ്. 3⁵2ലോ 2 + 1 3 ഫാക്ടേഴ്സ്. ഇത് രണ്ടും കൂടെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ആയിരിക്കും 72ന്റെ ഫാക്ടേഴ്സ്. അപ്പോൾ 72ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 × 3 12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2592 = 2⁵5 × 3⁴. ഹൗ മെനി ഫാക്ടേഴ്സ് ഡസ് 2592 ഹാവ്? അതായത് 2592ൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഡയറക്റ്റ് ചോദ്യമാണ്. ഇവിടെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ 2⁵5 × 3⁴ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി. 2⁵5ൽ എത്ര ഫാക്ടേഴ്സ് കാണും? 5 + 1 6 ഫാക്ടേഴ്സ് അല്ലേ? 3⁴ എത്ര ഫാക്ടേഴ്സ് കാണും? 4 + 1 5 ഫാക്ടേഴ്സ്. ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 6 × 5 30 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 30 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻ ദ എക്സ്പ്രഷൻ 6⁴ × 5. 6⁴ × 5 നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. അതായത് ഒരു പ്രൈം നമ്പറിന്റെ പവറായിട്ട് വേണം എഴുതാൻ. ഇവിടെ 6 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യയല്ല. 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. അപ്പോൾ 6⁴ എന്തായിരിക്കും? 2⁴ × 3⁴ ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁴ × 3⁴ × 5⁴1. 5 എന്ന് പറഞ്ഞാൽ 5⁴1. 2⁴ എത്ര ഫാക്ടേഴ്സ് കാണും? 4 + 1 5 ഫാക്ടേഴ്സ്. 3⁴ലോ 4 + 1 5 ഫാക്ടേഴ്സ്. 5⁴1ലോ 1 + 1 2 ഫാക്ടേഴ്സ്. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എത്ര കിട്ടും? 5 × 5 25, 25 × 2 50. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 50 ആണ്. ഓക്കെ.